കോഴിക്കോട് നരിക്കുനിയിൽ ഇടിമിന്നലിൽ വീടിന്റെ ചുമര് തകർന്നു. നരിക്കുനി വാര്യം വീട്ടിൽ മാധവൻ നായരുടെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. വർഷ, നരിക്കുനിയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ഇടിമിന്നലിലാണ് ഇപ്പോൾ വീടിന്റെ ചുമര് തകർന്നതെന്ന് മനസ്സിലാക്കുന്നു. ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? ഇന്ന് വൈകിട്ടോട് കൂടി കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും കാറ്റും അതോടൊപ്പം ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് നരിക്കുനി വാര്യം വീട്ടിൽ മാധവൻ നായരുടെ വീട്ടിൽ ഇടിമിന്നലിൽ ചുമര് തകർന്നത്. ചുമര് തകർന്ന് കല്ലുകൾ വീണപ്പോൾ ഈ മാധവൻ നായർക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുടുംബം പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഉണ്ടായത്. മഴ പെയ്തതോട് കൂടി അകത്തേക്ക് കയറുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു പുറമെ ഈ ഇടിമിന്നലിൽ വീട്ടിലെ നിരവധി കോഴികൾ ചത്തു എന്നുള്ള വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. വീട്ടിൽ വളർത്തുകോഴികൾ ഉണ്ടായിരുന്നു ഒരുപാട്. ഇവയെല്ലാം ചത്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ വീടിന് ചുറ്റുപാടുമുള്ള മറ്റു വീടുകളിലും സമാനമായ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ വളർത്തുമൃഗങ്ങളെല്ലാം ചത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടെ എന്തായാലും പുറത്തു വരുന്നുണ്ട്. സന്ധ്യയോട് കൂടി ഉണ്ടായ ഇടിമിന്നലിലാണ് ഈ നാശനഷ്ടമെല്ലാം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ളൊരു മഴയും കാറ്റും ഇടിമിന്നലുമായിരുന്നു വൈകിട്ടോട് കൂടി കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. ആ ഒരു സംഭവത്തിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.